ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിനെ പ്രഖ്യാപിക്കാനുള്ള സമയപരിധി ജനുവരി 12 ഞായറാണെന്നിരിക്കെ BCCI അത് നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കുന്തമുനയായ ബുംറ ഗ്രൂപ്പ് തല മത്സരങ്ങളിൽ കളിച്ചേക്കില്ല എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പുറം വേദനയെ തുടർന്ന് വിശ്രമിക്കുന്ന ബുംറയ്ക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാകും അന്തിമ തീരുമാനം ഉണ്ടാവുക. ഫെബ്രുവരി 19 ചാമ്പ്യൻസ് ട്രോഫി ആരംഭിക്കുക. ഇന്നലെ ഇംഗ്ലണ്ടിനെതിരായ ടീം പ്രഖ്യാപനത്തിനായുള്ള ചർച്ചയിൽ ബുംറയുടെ ഫിറ്റ്നസും ചർച്ചയായിരുന്നു. 15-അംഗ ടീമിനെയാണ് പ്രഖ്യാപിക്കേണ്ടത്. ഫെബ്രുവരി 12 വരെ ടീമിൽ മാറ്റം വരുത്താൻ സമയമുണ്ട്. മാർച്ച് ആദ്യ ആഴ്ചയോടുകൂടി മാത്രമേ ബുംറയുടെ ഫിറ്റ്നസ് വീണ്ടെടുക്കൂ എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ റിസർവ് താരമായി ബുംറ ഉൾപ്പെടാനാണ് സാധ്യത. അതേസമയം ഓസ്ട്രേലിയക്കെതിരായ മെൽബൺ ടെസ്റ്റിന് ശേഷം രോഹിത് ശർമ്മ ടെസ്റ്റിൽ വിരമിക്കാൻ തയ്യാറായിരുന്നതായി റിപ്പോർട്ടുകൾ. എന്നാൽ ഏതോ ബാഹ്യ ഇടപെടൽ മൂലം താരം തീരുമാനം മാറ്റിയെന്നും ഇതിൽ കോച്ച് ഗംഭീർ കലിപ്പിലായെന്നുമാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. രോഹിത് രാജ്യസന്നദ്ധ അധികൃതരെ അറിയിച്ചെന്നും എന്നാൽ ചില ബാഹ്യ ഇടപെടൽ മൂലം തീരുമാനം മാറ്റുകയുമായിരുന്നെന്നാണ് വാർത്തകൾ. അതേസമയം ജഡേജയെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ പരിഗണിക്കാൻ സാധ്യതയില്ലെന്ന് റിപ്പോർട്ടുണ്ട്. ജഡേജ കഴിഞ്ഞ ദിവസം തൻ്റെ ജേഴ്സി സ്റ്റാറ്റസ് ഇടുകയും ചെയ്തിരുന്നു. വാഷിംഗ്ടൺ സുന്ദറും അക്സർ പട്ടേലും ടീമിലുള്ളതിനാൽ ജഡേജ പുറത്താകുമെന്നാണ് റിപ്പോർട്ടുകൾ. വൈറ്റ് ബോളിൽ ജഡേജയ്ക്ക് ഇനി അവസരം ലഭിക്കാൻ സാധ്യത കുറവാണ്. താരം വിരമിക്കൽ പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ടാണ് ജേഴ്സി സ്റ്റാറ്റസ് ഇട്ടതെന്നാണ് ആരാധകർ പറയുന്നത്.